പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കൂർക്ക കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണെന്ന് വെച്ചാൽ എത്ര നേരം നന്നായിട്ട് വേണം അത് നന്നാക്കിയിട്ട് കഴിയാമെന്ന് വിചാരിക്കും. ഇതുപോലത്തെ ഒരു കൊട്ട ഉണ്ടായി കഴിഞ്ഞാൽ 4 മണിക്ക് നമുക്ക് വൈകിട്ട് കൂർക്ക കിട്ടി കഴിഞ്ഞാലും 5:30 ആകുമ്പോഴേക്കും നമുക്ക് ഉപ്പേരിയാക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടയിൽ നമ്മൾ ആദ്യം ഇട്ടിട്ടൊന്ന് കഴുകുക. നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നമ്മൾ അലമ്പൂലേ ചട്ടിയിലിട്ട് അതേപോലെ അലമ്പി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് അലമ്പി കഴിഞ്ഞാൽ നമ്മുടെ അനുഭവം എന്നിട്ട് പറയുന്നത് നമ്മൾ പൈപ്പ് തിരിച്ചിട്ടിട്ട് ഈ മീൻ അലമ്പുള്ള പോലെ ഇങ്ങനെ അലമ്പുക. ഇങ്ങനെ അലമ്പി കഴിഞ്ഞാൽ ഈ ഓരത്തും തട്ടിയിട്ട് എല്ലാ തൊലിയും പോവും. അപ്പം നമുക്ക് ഒരു പ്രയാസവും ഇല്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കൂർക്ക തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കൂർക്ക കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നീ വിഷമിക്കേണ്ട. എൻ്റെ അനുഭവം കേട്ടോ പറയുന്നത്. ആ അനുഭവമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇതൊരു മായോ മറിമായോ ഒന്നല്ല. ഇങ്ങനത്തെ ഒരു കൊട്ട ഉണ്ടായി കഴിഞ്ഞാൽ മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് അത് നല്ല പോലെ ഇതിങ്ങനെ ഒന്ന് അത്ര വലിയ പ്രസ് ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് അലമ്പി കഴിഞ്ഞിട്ട് കഴുകുക. പിന്നെ ഒന്നുകൂടി ഇങ്ങനെ അലമ്പുക. അപ്പം ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ കൂർക്ക കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഉപ്പേരിയാക്കി എടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു കൊട്ട വലിച്ചാൽ മതി. കൂർക്കക്കാലായി കഴിഞ്ഞാൽ അതുപോലെ ചേമ്പ് പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചേമ്പുണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് ഇങ്ങനെ 2-3 വട്ടം ഒന്ന് അലമ്പി കഴിഞ്ഞാൽ ഇതിന് തോല് മുഴുക്കണം. ഈ ഉരങ്ങളിൽ തട്ടിയിട്ട് തോല് മുഴുക്കണം പോയി ക്ലിയറായി കിട്ടും. അനുഭവം കേട്ടോ മക്കളെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഒക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ. ഒരു തമാശയല്ല, എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ എന്നിട്ട് കൂർക്ക കിട്ടിക്കഴിഞ്ഞാൽ അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ മടി കാണിക്കേണ്ട. നമ്മളത് എത്ര വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി മക്കൾക്കും വീട്ടുകാർക്കും തള്ളയ്ക്കും തന്തയ്ക്കൊക്കെ കൊടുക്കാം. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹരേ കൃഷ്ണ.